ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്ടർ കിടന്ന് ഇങ്ങനെ ഉറഞ്ഞു തൊള്ളുമ്പോൾ സരോജ പറയണേ, ഇനി കടപ്പുറത്തെ ചാള വിൽക്കുന്ന കച്ചവടം ഇവിടെ ചെയ്യല്ലേ, ഇതൊരു കളക്ട്രേറ്റ് ആണെങ്കിൽ എന്താണെങ്കിലും ചോദിക്കേണ്ട ലെവലിൽ തന്നെ ചോദിക്കണം. അവർ കുറേ നേരമല്ലേ ചാളയുടെ വില കുറിക്കാൻ പോയത്, എന്നിട്ട് ഇതുവരെ അവർ എത്തിയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ടീറ്റോടല്ലേ പറഞ്ഞത് കളക്ട്രേറ്റാണിത്, നീ നിൻ്റെ കടപ്പുറത്തെ ഭാഷ ഇവിടെ ഉപയോഗിക്കില്ലേ എന്ന് പറയണേട്ടോ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഹരീഷ് കയറി വരുന്നത്. ഹരീഷിനെ കണ്ട വിക്ടർ ചോദിക്കണേ, എന്തായി, ഒത്തിരി നേരമായല്ലോ നിങ്ങൾ തമ്മിൽ തീരുമാനം എടുക്കുന്നത്, എന്നിട്ട് എത്രയ്ക്ക് തീരുമാനമായത് എന്നുള്ള ആ കടപ്പുറ ഭാഷയിലുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയണേ, അതെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇതിൽ നിന്നും പിന്മാറാണ്. അതെന്താ നീ ഇതിൽ നിന്നും പിന്മാറുന്നതെന്ന് സരോജൻ ചോദിക്കുമ്പോൾ, അതെ അവരെന്നോട് പറയുന്നത് 50,000 രൂപയൊക്കെ ആ സജി സാറിന് ഞാൻ കൊടുക്കണത്രേ, എനിക്കിത് ശരിയാവില്ല. പാവപ്പെട്ടവർക്ക് ചെയ്യേണ്ട ഒരു തൊഴിൽ 50,000 അയാൾക്ക് ഇതൊക്കെ കൊടുത്ത് ചെയ്യാന്ന് പറയുന്നത് അത് ശരിയല്ലല്ലോ, അയാൾക്ക് കൈക്കൂലി വേണത്രേ. അത് കേൾക്കുന്ന വിക്ടർക്ക് അങ്ങ് ദേഷ്യം പിടിക്കണം. ആഹാ, പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ പേരും വെച്ചിട്ട് അവർ കൈക്കൂലി മേടിക്കുന്നോ, എന്നാൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് തന്നെ കാര്യമുള്ളൂ. അവനെ ഞാൻ ചാള കടപ്പുറത്ത് വിൽക്കുന്നതിനേക്ക് അപ്പുറമായി അവനെ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോൾ സരോജ മെമ്പർ പറയണേ, എടാ വിക്ടറെ, എടുത്ത് ചാടി ഓരോന്നും ചെയ്യല്ലേ, അവിടെ എന്ത് ചെയ്യാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചൂടോടെ ചെയ്യണം, എങ്കിലാണ് അവനൊക്കെ ഒരു പാഠം പഠിക്കുള്ളൂ. അല്ല, ഇത് കളക്ട്രേറ്റാണ്, ഞങ്ങളുടെയൊക്കെ നേതാവായ കലക്ടർ വരാനുണ്ട്, കലക്ടർ വന്നു കഴിഞ്ഞാൽ ഇക്കാര്യത്തിലൊരു തീരുമാനമാവും, ഷാലിനി വരട്ടെ എന്ന് പറയണേട്ടാ. ഇതേ സമയം ഷാലിനിയും കാത്തിരിക്കുകയാണ്. എന്നാൽ ഈ സമയം ഷാലിനി തൻ്റെ കാറിൽ ഇങ്ങനെ കലക്ട്രേറ്റിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സത്യയാണെങ്കിലും മയക്കത്തിലോട്ട് പോയിട്ടുണ്ട്. സത്യ ഇങ്ങനെ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ സത്യ ഇങ്ങനെ തലോടിയും കൊണ്ടിരിക്കുകയാണ്. സത്യക്ക് വിഷ്ണു ആ മാല ഇട്ട് കൊടുത്ത് ആ രംഗം ഇങ്ങനെ ഓർക്കുകയാണ്. അങ്ങനെ തൻ്റെ മനസ്സ് നിറഞ്ഞിരിക്കുകയാണ്. കുഞ്ഞിനെ അറിയില്ലെങ്കിലും കുഞ്ഞിൻ്റെ അച്ഛൻ തന്നെ അത് ചെയ്തു കൊടുത്തതെന്ന സന്തോഷത്തോടു കൂടി ആ സ്വപ്നം കണ്ട് ഷാലിനി ഇങ്ങനെ മുമ്പോട്ട് യാത്രയാവുമ്പോഴാണ് കേട്ടോ പെട്ടെന്ന് തൻ്റെ കാറിൻ്റെ മുന്നിൽ ഒരു ബൈക്ക് വന്ന് നിർത്തുന്നത്. അത് വിഷ്ണു ആയിരിക്കും. അങ്ങനെ ഷാലിനി ഞെട്ടലോടുകൂടി പുറത്തോട്ട് കണ്ണും തുറിച്ച് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച വിഷ്ണുവിനെ ആയിരിക്കും കേട്ടോ. വിഷ്ണു ആണെങ്കിലോ ബൈക്കിൽ നിന്ന് അങ്ങ് ചാടി ഇറങ്ങിയതിന് ശേഷം ആ ഡോറങ്ങ് തുറന്ന് ഷാലിനി അങ്ങോട്ട് വലിച്ച് പുറത്തോട്ട് ഇടണിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വാടിയെന്ന് പറയുമ്പോൾ, എന്താ വിഷ്ണുവായിട്ട് ഈ കാണിക്കുന്നത്, എനിക്ക് നീ എന്നെ പൊട്ടനാക്കുന്നതിൽ ഒരു പരിധിയുണ്ട്, എത്രയെന്ന് വെച്ചിട്ട് കണ്ടില്ലെന്ന് നടിക്കുക, ഞാൻ എന്താ ഒരു വല്ല പൊട്ടനാണെന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത്, എന്താ നീ കരുതിയിട്ടുള്ളത് എന്നൊക്കെ പറയുമ്പോൾ, എന്താ വിഷ്ണുവായിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഞാൻ അതിന് മാത്രം എന്ത് തെറ്റാണ് ചെയ്തത്, നീ ഒരു തെറ്റും ചെയ്തില്ല, നീ ഒരു തെറ്റും ചെയ്യാതെയാണ് നടക്കുന്നത്, 6 വർഷം നീ എന്നെ ലാസ്റ്റ് കണ്ട ആ ഒരു ദിവസത്തെക്കുറിച്ച് നീ ഓർക്കുന്നുണ്ടോ, പിന്നീട് ഞാൻ നിന്നെ കണ്ടിട്ടില്ല, അന്ന് നീ എന്നോട് പറഞ്ഞ വാക്കുകൾ എന്താ, അതൊക്കെ നിൻ്റെ ഓർമ്മയിലുണ്ടോ, എന്നിട്ട് ആ വാക്കുകൾ വെച്ച് ഓർമ്മയിൽ ഞാനത് മനസ്സിൽ കുറിച്ച് അതും താണ്ടി ഞാൻ ജീവിക്കുകയാണ്, നീ പറയല്ലോ പ്രാണവായു ആ പ്രാണവായു തന്നെയാണ് ഞാൻ നിന്നോട് പറയുന്നത്, ഇത്രയും കാലം ഈ വിഷ്ണു ജീവിച്ചത് ആ പ്രാണവായിലൂടെയാണ് എന്ന് നീ ഓർക്കണം, എന്നാൽ ആ പ്രാണവായു തന്നെ ചതിക്കപ്പെടുകയാണെന്ന് അറിയുമ്പോൾ ഞാൻ പിന്നെ എന്താണ് ചെയ്യേണ്ടത്, മരണമേ ഈ വിഷ്ണുവിനുള്ളൂ എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ഷാലിനി പറയണേ, എന്തിനാ വിഷ്ണുവേട്ട ഇങ്ങനെയൊക്കെ എന്നോട് സംസാരിക്കുന്നത്, പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം, ഒന്നും അറിയാത്തവളെ പോലെ എന്നെ പൊട്ടനാക്കാനുള്ള നിൻ്റെ ഈ ഉദ്ദേശമുണ്ടല്ലോ അതങ്ങ് നിർത്തിക്കോ എന്ന് പറഞ്ഞ ഉടനെ വിഷ്ണുവേട്ട, എന്താ വിഷ്ണുവേട്ടൻ്റെ പ്രശ്നം, ഷാലിനി വേണ്ട, എന്നോട് വേണ്ട, ഒത്തിരി തവണയായി നീ പൊട്ടിയെ പോലെ എന്നോട് എൻ്റെ മുന്നിൽ കോമാളിയെ പോലെ ഇങ്ങനെ കളിക്കുന്നു, വേണ്ട, എന്നെ കോമാളിയാക്കുന്ന ആ ഒരു നിർത്തിക്കോ എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണുവേട്ടൻ എന്താ വേണ്ടത്, എനിക്കറിയണം, സത്യയെക്കുറിച്ച് അറിയണം, മര്യാദക്ക് പറഞ്ഞോ, സത്യയെക്കുറിച്ചിട്ടുള്ള ആ രഹസ്യം പറയും, നീ ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് നന്നായി അറിയാം, നീ എന്നെ വഞ്ചിച്ച് വേറൊരു ജീവിതം തിരഞ്ഞെടുക്കില്ല, എന്നാൽ സത്യം ആരെന്ന് എനിക്കറിയേണ്ട ആവശ്യമില്ല, കാരണം എന്താണെന്നറിയോ, എനിക്ക് നിന്നെ വിശ്വാസമാണ്, പക്ഷേ എൻ്റെ അമ്മക്ക് മുന്നേ സത്യയുടെ ആ ജന്മരഹസ്യം നീ വെളിപ്പെടുത്തിയേ പറ്റുള്ളൂ എന്നിങ്ങനെ ഷാലിനിയോട് പറയുമ്പോൾ ഷാലിനി ആകെ പെട്ടുപോവാണ് കേട്ടോ. ഇതേ സമയം ഷാലിനി, നീ പറയുന്നോ, നിന്നോടാണ് ചോദിക്കുന്നത്, എടി മോളെ നീ പറയടി, എല്ലാ സത്യങ്ങളും തുറന്ന് പറയടി, എന്നാൽ ഞാൻ ഇതിനൊരു സമാധാനം ഉണ്ടാക്കാടി, എടി മോളെ എല്ലാം തുറന്ന് പറയും, ഇനി നീ മറച്ചു വെക്കില്ലേ, മര്യാദക്ക് തുറന്ന് പറയടി എന്നൊക്കെ പറഞ്ഞ് ഷാലിനിയുടെ കവിളിൽ ഇങ്ങനെ പിടിച്ച് തലോടുമ്പോൾ ഷാലിനി പറയാം, വിഷ്ണുവായിട്ട് അതെനിക്ക് പറയാനാവില്ല എന്ന് പറഞ്ഞങ്ങ് കരയുമ്പോൾ വിഷ്ണു ഷാലിനി അങ്ങ് പിടിച്ച് വലിച്ചങ്ങോട്ട് തള്ളണം. എന്നിട്ട് പറയണേ, എടി എന്തുകൊണ്ട് നിനക്ക് പറയാനാവില്ല, മര്യാദക്ക് പറയടി, എന്താണ് നിൻ്റെ പ്രശ്നം, മര്യാദക്ക് പറ, എന്താണെങ്കിലും എന്നോട് തുറന്നു പറ, ഇത്രയും കാലം നിനക്ക് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യനാണ് ഞാൻ, എന്നാൽ നീ
എന്നെ എങ്ങനെ പൊട്ടനാകും, എനിക്കത് സഹിക്കാൻ കഴിയില്ല. അപ്പോൾ വിഷ്ണുവിനോട് ശാലിനി ചോദിക്കുകയാണ്, കാർത്തികേയയുടെ ഇക്കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കാർത്തികയെ നിങ്ങൾ ഒഴിവാക്കുമോ എന്ന് ചോദിച്ച ഉടനെ അവിടെ വിഷ്ണു പറയാണ്, ഞാൻ നിന്നോട് ചോദിച്ചത് കാർത്തികയുടെ കാര്യമല്ല, കാർത്തിക വരും മുന്നേ ഉണ്ടായ പ്രശ്നമാണ്, അതിൻ്റെ കാര്യമാണ് ഞാൻ നിന്നോട് ചോദിച്ചത്, അതിനുള്ള മറുപടി പറ എന്ന് പറയുമ്പോൾ വിഷ്ണുവേട്ടാ എനിക്ക് പറയാൻ കഴിയില്ല വിഷ്ണുവേട്ടാ എന്ന് പറഞ്ഞ് അങ്ങ് കരയുമ്പോൾ വിഷ്ണു ബാക്കിലോട്ട് അങ്ങ് നീങ്ങണം കേട്ടോ. എല്ലാം തകർന്ന് വിഷ്ണു ബാക്കിലോട്ട് ഇങ്ങനെ ഓരോ ചുവടും ഇങ്ങനെ ബാക്കിലോട്ട് കാല് വെക്കുമ്പോൾ ഉടൻ തന്നെ ശാലിനി, വിഷ്ണുവേട്ടാ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, എൻ്റെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്ക്, എൻ്റെ വിഷ്ണുവേട്ടനല്ലേ എന്നൊക്കെ പറഞ്ഞ് കൈ പിടിക്കുമ്പോൾ വിഷ്ണു, മര്യാദക്ക് എൻ്റെ കൈ വിടടി എന്ന് പറയണേട്ടെ, എൻ്റെ കൈ വിടാനല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത്, മര്യാദക്ക് എൻ്റെ കൈ വിടടി എന്ന് പറഞ്ഞ് ഉച്ചത്തിൽ ശബ്ദമെടുക്കുമ്പോൾ ശാലിനി ആകെ ഞെട്ടിപ്പോകണം കേട്ടോ. എന്നിട്ട് ശാലിനി വീണ്ടും പറയണേ, വിഷ്ണുവേട്ടാ ഞാനൊന്ന് പറയുന്നത് കേൾക്ക് വിഷ്ണുവേട്ടാ എന്ന് പറയുമ്പോഴേക്കും വിഷ്ണു കലിപ്പോട് കൂടി ആ ബൈക്ക് അങ്ങ് എടുക്കുമ്പോൾ ശാലിനി എന്ത് ചെയ്യും, വിഷ്ണുവിൻ്റെ കൈകൾ അങ്ങ് പിടിക്കണം. പക്ഷെ വിഷ്ണുവിൻ്റെ കൈകൾ പിടിക്കുമ്പോൾ ശാലിനിയുടെ കൈ അങ്ങ് വിഷ്ണു തട്ടി മാറ്റി സ്പീഡോടുകൂടി വണ്ടി എടുക്കുമ്പോൾ ഒരു പാറക്കല്ലിമ ചെന്ന് ഇടിച്ചിട്ട് വിഷ്ണു ആ ബൈക്കോട് കൂടി കെട്ടിമറിഞ്ഞ് വീണ് വിഷ്ണുവിൻ്റെ കാൽ ചുവട്ടിൽ കാല് ബൈക്കിനടിയിലാവാണ് കേട്ടോ. ഇതേ സമയം ശാലിനി വിഷ്ണുവേട്ടാ എന്ന് പറഞ്ഞ് ഓടി ചെല്ലുമ്പോൾ വിഷ്ണുവിനെ എണീപ്പിക്കാൻ നോക്കുമ്പോൾ എന്നെ തൊട്ടു പോകരുത്, നീ എന്നെ തൊടരുത്, മാറി നിൽക്കട്ടെ വിഷ്ണുവേട്ടാ, വിഷ്ണുവേട്ടാ എനിക്ക് വിഷ്ണുവേട്ടാ, വിഷ്ണുവേട്ടാ എന്നൊക്കെ പറയുമ്പോൾ തൊട്ടു പോകരുതെന്നാണ് പറഞ്ഞത്, നീ മാറി നിൽക്കടി എന്ന് പറയുമ്പോഴേക്കും രാമേട്ടൻ വന്നു കേട്ടോ. അങ്ങനെ രാമേട്ടൻ പതുക്കെ ബൈക്ക് മാറ്റാണ്, പിന്നീട് വിഷ്ണുവിനെ പതുക്കെ ഉയർത്താണ്. ഇതേ സമയം വിഷ്ണുവേട്ടാ നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോകാമെന്ന് പറയുമ്പോൾ മാറി നിൽക്കാനാണ് നിന്നോട് ഞാൻ പറഞ്ഞതെന്ന് പറയാം കേട്ടോ. ഈ സമയം രാമേട്ടൻ പറയും, നീ ഒരു പണി ചെയ്യും വിഷ്ണു, എൻ്റെ വണ്ടിയിൽ കയറി എനിക്ക് എവിടെ പോകണ്ടെന്ന് ഞാൻ അവിടെ ആക്കിത്തരാം, ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് പറയുമ്പോൾ മാറി നിൽക്കുന്നുണ്ടോ എന്നങ്ങ് പറഞ്ഞിട്ട് സ്പീഡിൽ വണ്ടി എടുക്കുമ്പോൾ ശാലിനി പറയണേ, രാമേട്ട പെട്ടെന്ന് വണ്ടി എടുക്ക്, നമുക്ക് വിഷ്ണുവേട്ടൻ്റെ പിറകെ പോവാ എന്ന് പറയുമ്പോൾ ശാലിമോളെ ഞാനൊരു കാര്യം പറയാം, ഇപ്പോൾ നീ അവൻ്റെ പിറകെ പോകരുത്, കാരണം അവന് നിന്നോട് ഒരുപാട് സ്നേഹമുള്ളതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് വെറുപ്പും നിന്നോടുണ്ട്, അതുകൊണ്ട് അവൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ അവൻ ആ കലിപ്പിൽ പലതും ചെയ്തു കൂട്ടും, അവൻ്റെ ജീവൻ തന്നെ നഷ്ടമായേക്കാം എന്ന് പറയുമ്പോൾ വിഷ്ണു ആണെങ്കിലും അത്രയും ദേഷ്യത്തോടു കൂടി തന്നെയാണ് കേട്ടോ വണ്ടി ഓടിച്ചു പോകുന്നത്. വിഷ്ണുവിൻ്റെ കലിപ്പ് അടങ്ങുന്നില്ല, വിഷ്ണു ഭയങ്കര ദേഷ്യത്തോടു കൂടി ഇങ്ങനെ വണ്ടി ഓടിച്ചു പോവാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലും ഇങ്ങനെ കളക്ട്രേറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ കളക്ട്രേറ്റ് ശാലിനി മേഡം വരട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്, തൻ്റെ മോളാണെങ്കിലും മടിയിൽ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ശാലിനി പറയുന്നുണ്ട് എന്തോ ഉറക്കമാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് കളക്ട്രേറ്റിലിട്ട് ശാലിനി അങ്ങ് ഇറങ്ങുമ്പോഴേക്കും എല്ലാവരും തടിച്ചു കൂടിയിരിക്കുന്നു കേട്ടോ. അപ്പോഴേക്കും വിക്ടർ അങ്ങ് ചെന്ന് പറയാണ്, അതെ പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ പേരും പറഞ്ഞിട്ട് എന്ത് ഏണിംഗ് മെമ്പർ എന്തൊക്കെ ഒരു ഇത് വിട്ടിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുത്തിട്ട് ഞങ്ങളുടെ പണം തട്ടിയെടുക്കാനുള്ള പരിപാടിയാണല്ലേ എന്ന് പറയുമ്പോൾ ശാലിനി പറയും, നിങ്ങൾ എന്തായി പറയുന്നത്? അപ്പോഴേക്കും സരോജൻ പറയാണ്, നിന്റെ കടപ്പുറത്തുള്ള ഭാഷ ഒരു കലക്ടറോടാണ് സംസാരിക്കുന്നത് എന്നുള്ള ഓർമ്മ വേണം, എനിക്ക് പറയാനുള്ളത് പറയണം, പാവപ്പെട്ട കുട്ടികൾക്ക് കിട്ടേണ്ട പൈസ അവർക്കൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അപ്പോൾ ശാലിനി ചോദിക്കുക എന്താ ഇവിടെ ശരിക്കും ഉണ്ടായത്? അപ്പോൾ സരോജൻ പറയാണ്, അത് സജി സാറ് ഈ ഹരിയോട് 50,000 രൂപയ്ക്ക് ചോദിച്ചു എന്ന് പറയുന്നു കൈക്കൂലിയായി, എന്നാൽ എല്ലാവരെയും എനിക്ക് കൂടണം എന്ന് പറയണം, എല്ലാവരെയും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച എനിക്ക് വേണമെന്ന് പറയണേ. ഇതേ സമയം ശാലിനി അകത്തോട്ട് കയറി പോവുകയാണ്. അപ്പോഴേക്കും അവിടെ ഇങ്ങനെ ശാലിനിയുടെ പിറ വന്നിട്ട് പറയാണ്, നീ എന്ത് പണിയാണ് ഈ കാണിക്കുന്നത്, നിനക്കെന്താ ഒരു കലക്ടറോട് സംസാരിക്കുന്നത് ബോധമില്ലേ എന്നിങ്ങനെ ചോദിച്ച ഉടനെ തന്നെ ശാലിനി നീ ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് പറഞ്ഞിട്ട് അവരെ വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവരങ്ങ് പോകുന്നുണ്ട്. എന്നാൽ ഈ സമയം സരോജൻ വിക്ടറിനോട് പറയണേ, നീ ഇതിൽ സംസാരിക്കേണ്ട, നീ ഇതിൽ ഇടപെടേണ്ട, കാരണം നിൻ്റെ ഭാഷ എന്ന് പറയുന്ന കടപ്പുറത്തെ ഭാഷയാണ്, ആ ഭാഷ അവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഒരു കലക്ടറുടെ മുന്നിൽ അത് പറ്റില്ല, ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് വരാമെന്ന് പറയണം. അങ്ങനെ ശാലിയാണെങ്കിലോ തൻ്റെ ആ ഒരു ക്യാബിനിൽ ചെന്നിരിക്കുമ്പോഴും ആ ഒരു കൈക്കൂലിയെക്കുറിച്ച് ഇങ്ങനെ ഓർക്കുകയാണ്. ശാലിനിക്ക് ഇങ്ങനെ കലി കയറുക. അപ്പോൾ അങ്ങോട്ടേക്ക് സജി കയറി വരികയാണ് കേട്ടോ. അപ്പോൾ സജി കയറി വന്ന ഉടൻ തന്നെ സജിയോട് ചോദിക്കും, എങ്ങനെയുണ്ട് ഈ ഒരു നമ്മുടെ പദ്ധതിയൊക്കെ മുന്നോട്ട് നല്ല അടിപൊളിയായി പോകുന്നില്ല? ആ ദൈവാധീനം കൊണ്ട് കുഴപ്പമൊന്നുമില്ല, ആ ദൈവാധീനം കൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് താൻ പറയുന്നു. തൻ്റെ ഒരു മകൾ ഇവിടെ പഠിക്കുന്നു, തൻ്റെ ഒരു മകൻ അവിടെ പഠിക്കുന്നു, അതെന്തിനാ ഇപ്പോൾ ഇവിടെ എടുത്തിടേണ്ട കാര്യം എന്ന് സജിയോട് ചോദിക്കുമ്പോൾ സരോജും ഹരീഷും ബാക്കി എല്ലാവരും അവിടെ എത്തുന്നു കേട്ടോ. അപ്പോൾ ഇവരൊക്കെ കാണുമ്പോൾ ആകെ ഞെട്ടി നിൽക്കുകയാണ് ഈ സജി. അപ്പോൾ ഉടൻ തന്നെ ശാലിനി ചോദിക്കുകയാണ്, എന്തായാലും കാര്യങ്ങളൊക്കെ കുറച്ച് വ്യക്തമാക്കി പറയാം, അതെ ഒരു കലക്ടർ ഒരു പദ്ധതി ഉണ്ടാക്കാൻ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഇനി എന്താ ചെയ്യേണ്ടത് സജി നിനക്കറിയില്ല. അപ്പോൾ സജിയെ ഇങ്ങനെ കുത്തി നോവിച്ച് ശാലിനി സംസാരിക്കുന്നത് കാണുമ്പോൾ എന്താണ് ശരിക്കും ഉണ്ടായതെന്നറിയാതെ സജി ആകെ ഞെട്ടി നിൽക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്.